സമയം 7:30 കഴിഞ്ഞു. നമ്മളൊരു ചായയും കുടിച്ച് തൊട്ടപ്പെട്ട പാർക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. തൊട്ടപ്പെട്ട പാർക്കിൻ്റെ ഓപ്പണിംഗ് ടൈം 8 മണിയാണ്. നമ്മളിവിടെ 7:45 ആയപ്പോൾ തന്നെ എത്തി. നമ്മൾ വന്നപ്പോൾ വേറെ വാഹനമൊന്നുമില്ലായിരുന്നു. 8 മണി ആയപ്പോഴത്തേക്കും 2-3 വണ്ടികൾ വന്നു. നമ്മൾ ഗേറ്റപ്പോൾ തുറന്ന് നമ്മൾ തൊട്ടപ്പെട്ട പാർക്കിനകത്തോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഒരു എൻട്രൻസ് ഉണ്ട്, അവിടെ ഒരു 50 രൂപയാണ്. ഫാസ്റ്റാഗ് കട്ടായിട്ടാണ് അകത്തോട്ട് പോകുന്നത്. ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ അവിടെ കാശായിട്ടും പൈസ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഫാസ്റ്റാഗിൽ ബാലൻസ് ഉള്ളതിനാൽ നമ്മുടെ പൈസ ഫാസ്റ്റാഗിൽ നിന്നാണ് കട്ടായത്. നമ്മൾ അകത്തോട്ട് കയറി ഇപ്പോൾ തൊട്ടപ്പേട്ട പാർക്കിൻ്റെ ഫസ്റ്റ് എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ ടിക്കറ്റൊന്നുമില്ല. കച്ചവടക്കാരൊക്കെ രാവിലെ വരുന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഈ കാണുന്ന കടളം തുറന്നിട്ടില്ല. ആകെ ഒരു 1-2 പേര് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ തൊപ്പി വാങ്ങിച്ചിട്ടില്ലായിരുന്നു. നല്ല തണുപ്പായതിനാൽ 1-2-3 തൊപ്പി വാങ്ങിച്ചായിരുന്നു. മൊത്തത്തിൽ 5 പേരാണ് പോയത്. തൊപ്പി വാങ്ങിച്ച് കുറച്ച് നമ്മളെ ഫാൻസി ഐറ്റം ഗിഫ്റ്റ് സാധനങ്ങളുടെ കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ച് നമ്മൾ നേരെ മുമ്പോട്ട് നടന്നു പോവുകയാണ്. അതോടൊപ്പം ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ ടിക്കറ്റിന് റേറ്റൊക്കെ 10 രൂപയാണ് എൻട്രൻസ് വരുന്നത്. ചില ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇവിടെ ഉള്ളത് 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റുന്ന ഒരു കണ്ണാടി മാളികയുണ്ട്. പിന്നെ അങ്ങോട്ട് ഉള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ കണ്ണാടി മാളികയിൽ അകത്തോട്ടാണ് കയറി. പുറത്തുകൂടെയാണ് കണ്ണാടി മാളികയുടെ പുറത്തോട്ടൊരു സ്റ്റെയർ ഉണ്ട്. അതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് നീലഗിരി കുന്നുകളുടെ തൊട്ടപ്പേട്ട എന്ന നീലഗിരി കുന്നിൻ്റെ ഒരു ശിഖരമാണ്. അതായത് പർവ്വത നിലകളുടെ ഒരു പർവ്വതത്തിൻ്റെ പേരാണ് ഈ തൊട്ടപ്പേട്ട എന്ന് പറഞ്ഞത്. അപ്പം അവിടെ കണ്ണാടി പാർക്ക് കയറുമ്പോഴത്തേക്ക് കണ്ണാടി ഗോപുരത്തിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്നുള്ള 360 വ്യൂ നമുക്ക് ലഭ്യമാകും. സൂര്യൻ്റെ പ്രകാശം മലനിരകളിൽ ഒരു സ്ഥലത്ത് വന്ന് വീഴുന്നതും അവിടെ നിന്ന് ചിതറി വരുന്നതും എല്ലാം നമുക്ക് ഈ കാഴ്ചയിൽ അതിമനോഹരമായി തന്നെ കാണാൻ കഴിയും. നീലഗിരി കുന്നിലെ ഏറ്റവും ഉയർന്ന പർവ്വത പാർക്കാണ് ഈ തൊട്ടപ്പേട്ട പാർക്ക്. ഇതിൻ്റെ ഉയരം 8650 അടിയിലാണ്. ഇവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ കാഴ്ചകളൊക്കെ തന്നെ ഒരിക്കലെങ്കിലും നേരിൽ കാണണം എന്നാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. അതിമനോഹരം എന്താ പറയുക, ഇങ്ങനെയുള്ള കാഴ്ചകൾ. മഞ്ഞുകാലത്ത് ഇവിടെ നല്ല തണുപ്പും മൂടൽമഞ്ഞും. നമ്മളിവിടുത്തെ ഒബ്സർവേഷൻ ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പുറത്ത് താഴെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങോട്ടാണ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫാമിലിയായിട്ട് അവിടെ തന്നെയുള്ള പർവ്വത മുകളിലുള്ള തന്നെ ഒരു വ്യൂ പോയിൻറ്റിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ഇവിടെ നിന്ന് താഴോട്ടും ഇറങ്ങി നടന്ന് ചെറിയൊരു കയറ്റം കയറുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50 പടിയോളം നടക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ കാണുന്ന കാഴ്ച കാണാൻ പറ്റുന്നത്. അതിമനോഹരമായ കാഴ്ചയാണ്. എന്താണ് പറയുന്നത്, നമ്മളെ ഒരു മൂഡ് ഔട്ടിലൊക്കെയാണ് നമ്മൾ പോകണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആ മനസ്സങ്ങ് മാറും. സെറ്റ് കാഴ്ചയാണ്, അത്രേ പറയാനുള്ളത്. അടിപൊളി കാഴ്ചയാണ്. നമ്മൾ ആ പടി ഇറങ്ങി ഒരു 10-40 പടി ഇറങ്ങി ചെന്നിട്ട് നടന്ന് കയറി ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു കാറ്റും ഒരു തണുപ്പും. ഞങ്ങൾ പോയപ്പോഴുള്ള കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു തണുപ്പും ചൂടും കലർന്നതാണ്. വെയിലിന് ചൂടുമുണ്ട്, എന്നാൽ അന്തരീക്ഷം തണുത്തും ഇരിക്കണം. നമ്മൾ ഈ കാണുന്ന ഊട്ടിയിലെ താഴ്വാര കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പം വെയിൽ പതുക്കെ കയറിക്കൊണ്ടിരിക്കണം. ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് വെയിലടിക്കുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. തൊട്ടപ്പേട്ട പാർക്കിലെ ഏറ്റവും വലിയ ആകർഷണമാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഇങ്ങനെ എത്ര നേരം ഇവിടെ നിന്നാലും ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. പിന്നെ സുരക്ഷാ വേലിക്കെട്ടുകളൊക്കെ ഉണ്ട്, നമുക്ക് കാണാം, ഫ്രണ്ടിൽ കാണാം. അത് കഴിഞ്ഞ് നേരെ വീണ്ടും നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന പാതയിൽ കണ്ടതാണ്. ഫോട്ടോ എടുക്കാനായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. അവർ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോഴും തന്നെ നമുക്ക് പ്രിൻ്റാക്കി തരികയും ചെയ്യും. അവിടെ തന്നെ ഞാനൊരു 3 ആൾക്കാരെ കണ്ട്. അപ്പോൾ അവർ നമുക്ക് എടുക്കാനായിട്ടാണ് എടുക്കുന്ന കസേരയൊക്കെ വെച്ച് ഒരു നല്ല രീതിയിൽ എടുത്ത് നല്ല ആംഗിളിലൊക്കെ എടുത്തിരും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് ക്യാരറ്റ് എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം ഒരു 9:30-10 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുറന്നു നമുക്ക് വെറൈറ്റി കീ ചെയിനുകളും
അതേപോലെ തന്നെ ഊട്ടിയിൽ നിന്ന് എഴുതി നമ്മൾ കാന്തം കൊണ്ട് ഒട്ടിക്കുന്ന ചെറിയ സ്റ്റിൽസും ഇതിനൊക്കെ അവർ പറയുന്ന വില 100 രൂപ, 120 രൂപയോ 150 രൂപയാണ് അവർ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് പേശി വാങ്ങിക്കാൻ കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല വിലക്കുറവിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അവർ 250 രൂപ പറഞ്ഞ ഒരു ടോയ് അവിടെ നിന്ന് നമ്മൾ 160 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഒരു ടോയ് അല്ല, ഒരുപാട് സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പേശാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഈ താഴ്ത്തിറങ്ങി നിന്നപ്പോൾ ഗേറ്റ് അവസാനം കണ്ടതെന്ന് പറഞ്ഞാൽ നീലക്കടല, കപ്പലണ്ടി, കടലിലെ വേറെ വെറൈറ്റികളും ഇതെല്ലാം ആവിയിൽ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. രാവിലെ ഒരു തുറന്ന് ഇതൊക്കെ മിക്സ് ചെയ്ത് ആ പരിപാടിയൊക്കെ ചെന്നിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് സ്ഥലം എസ്റ്റാബ്ലിഷ് ആകുമ്പോഴത്തേക്ക് അതിനോട് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കാഴ്ചയൊക്കെ കണ്ടിറങ്ങി നമ്മൾ അടുത്ത് ഇവിടുത്തെ ടീ പാർക്കല്ലേ ടീ ഗാർഡൻ കാണാനാണ് നമ്മൾ പോണത്.